നിങ്ങൾ മയക്കുമരുന്നിന്റെ കാര്യം പറഞ്ഞു. മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇവർ പലരും SFIക്കാരാണ് മെയിൻ ആയിട്ട്. പിന്നെ അതുകൂടാതെ ഇവർ അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തതുണ്ട്. അവിടെ ഇരുന്ന് ഇവർ പല ആൺകുട്ടികളും പെൺകുട്ടികളും 7 മണിയായാലും ഇവർ പോകില്ല SFIക്കാർ. ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും സദാചാര പോലീസാണോ? ഇവര് ഒരു സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ചെയ്യും, ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്യുന്നത് എന്റെ കണ്ണോണ്ട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ. നമ്മളെ ഗ്രൗണ്ടിൽ 1 മണിക്ക് ശേഷം ഗ്രൗണ്ടിൽ ഓരോരോ മൂലക്കും ഇങ്ങനെയുള്ള പല വൃത്തികേടുകളാണ് നടക്കുന്നത്. 3 ആഴ്ച മുന്നേ ഒരു വീഡിയോയും 2-3 ഫോട്ടോയും എനിക്ക് ഔട്ട്സൈഡർ അയച്ചു തന്നിട്ട് എന്നിട്ട് അയാൾ എന്നെ ഫോണും ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ടീച്ചർ ഒന്ന് 1 മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തിയായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ. എന്നിട്ട് അവരെന്നോട് പറഞ്ഞെന്നറിയാം, ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി, നമുക്ക് സിനിമ ടാക്കീസിലേക്കൊന്നും പോകണ്ടാന്ന്. അപ്പൊ ഇത് മുഴുവൻ ചെയ്യുന്നത് SFIക്കാരാണ്. ഈ നമ്മുടെ കോളേജിലെ ഈ മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കേണ്ടത് ഈ SFIക്കാര് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നശിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ചില്ലറ നശിപ്പിക്കൽ. അതുകൊണ്ട് പെൺകുട്ടിക്ക് എസ്കോർട്ടായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവർ അച്ഛനും അമ്മമാരും ഒന്ന് വന്ന് പലപ്പോഴെങ്കിലും മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരുന്നു. SFIയിലെ പല കുട്ടികളും ഇവിടെ രാത്രി 7 മണി 8 മണി വരെ ഇവിടെ ആൺകുട്ടികൾ പഠിച്ചു പോയ പല ആൺകുട്ടികളെ ഇമ്മാനുവൽ അടക്കം സ്ഥിരം വരുന്നുണ്ട് ഈ ക്യാമ്പസിൽ നമ്മളെ പെൺകുട്ടികളെ നശിപ്പിക്കാനായിട്ട്. ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ ഇവിടുത്തെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം, ഓരോ പെൺകുട്ടികളെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഇന്നൊരു പെൺകുട്ടീനെയാണോ നശിപ്പിക്കുന്നതെങ്കിൽ നാളെ ഭീഷണിപ്പെടുത്തി വേറൊരു പെൺകുട്ടീനെയാണ് നമ്മുടെ കോളേജിൽ അവൻ നശിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഈ റിക്ഷക്കാർ പറഞ്ഞതാണ്, ഇവിടുത്തെ കുട്ടികളെ ഒരു അന്തസ്സില്ല ആണുങ്ങളും കല്യാണം കഴിക്കൂല ടീച്ചറെ, ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യുന്നത്. നിങ്ങൾ ആ റിക്ഷക്കാരോട് ചോദിച്ചാൽ അറിയും. ചോദിച്ചു നോക്കാം ടാക്സി സ്റ്റാൻഡിലെ റിക്ഷക്കാരോട്, വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം ഞാൻ പറയുന്നതിൽ സത്യം ഉണ്ടോ എന്നുള്ളത്. റിക്ഷക്കാര വിദ്യാനഗർ ചൈത്ര ഹോസ്പിറ്റലിന് മുന്നിൽ നിൽക്കുന്ന റിക്ഷക്കാരോട് ഇവിടുത്തെ രക്ഷിതാക്കൾ വന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ കോളേജിൽ നടക്കുന്ന SFIക്കാർ കളിക്കുന്ന സംഭവം എന്ന് ചോദിക്കട്ടെ. അതിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് മാത്രമാണ് SFIക്കാർക്ക് എന്നോട് ദേഷ്യം. ഇവരെ ഈ തോന്നിയവാസത്തിന് ഞാൻ ഒരിക്കലും നമ്മളെ പെൺകുട്ടികളെ നശിപ്പിക്കാൻ SFI നേതാക്കന്മാർക്ക് വിട്ടുകൊടുക്കും.